പ്രിയരെ, ഏതൊരു സംരംഭകനും അവനവൻ ഏറ്റെടുക്കാൻ പോകുന്ന സംരംഭത്തിൽ വളരെ സീരിയസ് ആയിരിക്കണം. കാരണം ഏതൊരു സംരംഭത്തിനും സാമ്പത്തികമായ നിക്ഷേപങ്ങൾ, ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ട്. പണം നമ്മളിൽ സുരക്ഷിതമാണെങ്കിൽ മാത്രമേ ബിസിനസ് ലാഭം തരികയുള്ളൂ. അല്ലെങ്കിൽ വൻ പരാജയങ്ങൾ നേരിടേണ്ടി വരും, സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. ഏതൊരു സംരംഭകനും അവൻ്റെ ഡിപ്പെൻഡൻസി ഫാക്ടർ കുറയ്ക്കണമെന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമ്മൾ പരമാവധി സ്വതന്ത്രരായിരിക്കണം. ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ആദ്യം ആ സംരംഭത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വിജ്ഞാനമായിരിക്കണം. കഴിഞ്ഞ 3 മാസങ്ങളായി JK ഫാംസിൻ്റെ നേതൃത്വത്തിൽ ഡയറി സംരംഭകത്വ പരിശീലന പരിപാടി നടന്നു വരുന്നു. കഴിഞ്ഞ 3 ബാച്ചുകളിലും ഇപ്പോൾ പശുക്കളെ വളർത്തുന്നവരും ഇനി പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരും പങ്കെടുത്തിട്ടുണ്ട്. ഇവരുടെ എല്ലാം റെസ്പോൺസ് വളരെ സന്തോഷം പകരുന്നതായിരുന്നു. പലരും പറഞ്ഞത് അവരുടെ അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾ മാറിയെന്നാണ്. എങ്ങനെ നമ്മളുടെ നിക്ഷേപത്തെ സുരക്ഷിതമാക്കാം എന്ന് മനസ്സിലാക്കാതെ ബിസിനസ്സിൽ ഇറങ്ങരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് വൻ നഷ്ടമുണ്ടാകും. വന്ന് അനുഭവം പങ്കുവച്ച ഓരോരുത്തരും പറഞ്ഞത് ഈ കോഴ്സ് ഉപകാരപ്രദമായിരുന്നു. അവരുടെ അതുവരെയുള്ള സങ്കല്പങ്ങൾ, പശുവിനെ വളർത്തുന്നത് എങ്ങനെയാണെന്ന സങ്കല്പങ്ങൾ മാറിമറിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ഇത്തരമൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കർഷകൻ അഭിമുഖീകരിക്കുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് അപകടം പതിയിരിക്കുന്നത്, എവിടെയൊക്കെയാണ് നഷ്ടങ്ങളുണ്ടാകുന്നത്, എങ്ങനെയൊക്കെയാണ് ഈ മേഖലയിൽ ലാഭം വരുത്താവുന്നത്, നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കാനും ഉള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഈ 3 ബാച്ചുകളും എന്ന് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നു. എന്നോടൊപ്പം ക്ലാസ്സുകൾ നയിക്കാൻ പ്രഗത്ഭരായ വെറ്റിനറിയൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആകത്തുക അവർക്ക് മനസ്സിലായി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ കോഴ്സ് ഓരോ കോഴ്സ് കഴിയുന്തോറും ഇതെങ്ങനെ കുറച്ചുകൂടെ മികച്ചതാക്കാമെന്നും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. 2025 ഏപ്രിൽ മാസത്തെ ഞങ്ങളുടെ പ്രോഗ്രാം, 4ാമത്തെ സംരംഭകത്വ പരിശീലന പരിപാടി ഏപ്രിൽ മാസം 25, 26, 27 തീയതികളിൽ JK ഫാംസിൽ നടക്കുന്നു. പൂർണ്ണമായും താമസിച്ച് ഞങ്ങളുടെ ഫാമിനുള്ളിൽ തന്നെ താമസിച്ച് പഠിക്കേണ്ട ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. താമസ സൗകര്യങ്ങളും ആഹാരവും എല്ലാം ഞങ്ങളുടെ ഫാമിൽ തന്നെ ഉണ്ടാകും. ഇതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വളരെ സീരിയസ് ആയിട്ടുള്ളവർ മാത്രം പങ്കെടുക്കുക. ഈ ഒരു മേഖല ആണ് ഇനി ഇത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണോ എന്ന് കരുതുന്നവർ പങ്കെടുക്കുക. തീർത്തും അറിവ് നേടിയതിന് ശേഷം മാത്രം തുടങ്ങുക. അപ്പോൾ നമുക്ക് സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ പറ്റും. സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നവരെല്ലാവരും തന്നെ അവരുടെ സംരംഭത്തിലെ മാസ്റ്റർ ക്ലാസ്സുകളാണ്. അവരവരുടെ മേഖലയിൽ അവരവർ 1ാം നമ്പറായിരിക്കും. അവർക്ക് മാത്രമേ സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിന് വിജ്ഞാനമാണ് വേണ്ടത്. ആ വിജ്ഞാനം, ഞങ്ങൾ നേടിയ വിജ്ഞാനം, അറിവ് തരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ബന്ധപ്പെടുക. ഏവർക്കും നല്ലത് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പ്രണവ്. ഞാൻ കൊടുങ്ങല്ലൂർ, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഫാമിങ്ങിനെ പറ്റി അച്ഛനപ്പൂപ്പന്മാരായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഐഡിയ തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ഫാമിങ് എങ്ങനെ ചെയ്യണം, കൗ ഫാമിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് നല്ലൊരു ഐഡിയ കിട്ടി. ഞാൻ പറയുന്നത് എല്ലാവരും ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഇവിടെ വന്നിട്ട് ഈ സാറിൻ്റെ ക്ലാസ് കേൾക്കണം എന്നുള്ളതാണ്. അത് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കത് മുതൽക്കൂട്ടായിരിക്കും. കാരണം അറിവ് കിട്ടും, നല്ല അറിവ് കിട്ടും. പിന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യുന്നില്ലാന്ന് നമ്മുടെ തീരുമാനം എന്നുണ്ടെങ്കിലും അതും ലാഭമാണ്. നമുക്ക് ഇത്രയും പൈസ ലാഭമാവും. കാരണം ഒരു നഷ്ടത്തിലേക്ക് നമ്മൾ പോവില്ല. അതെന്തായാലും ഉറപ്പാണ്. എൻ്റെ പേര് ഹാറൂൺ എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഇവിടെ ജേഷൻ സാറാണെങ്കിലും എബ്രഹാം മാത്യു സാറാണെങ്കിലും വളരെ നന്നായിട്ടാണ് ക്ലാസ് പ്രസൻറ്റ് ചെയ്ത് തന്നത്. നമ്മളിവിടെ വരുന്ന സമയത്ത് പല അറിവില്ലായ്മ കൊണ്ടും എങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നും അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ നല്ല 3 ദിവസത്തെ ക്ലാസ്സിൽ
മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ തെറ്റുകളെയും എല്ലാം തന്നെ അത് ഫലപ്രദമായി ദൂരീകരിക്കുന്ന ഒരു രീതിയായിരുന്നു സാറിൻ്റെയും അതുപോലെ തന്നെ ബ്രഹ്മദ് സാറിൻ്റെയും ക്ലാസ്. അതുകൊണ്ട് ഈ ക്ലാസ് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാനൊരു പുതിയ ഒരു ഫാമിംഗ് നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള അറിവുമായിട്ടാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. വളരെ നല്ല ക്ലാസ്സായിരുന്നു. താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുൽഫിക്കർ. ഞാനിവിടെ കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ഞാൻ 12 വർഷമായി പശു ഫാം നടത്തി വരുവാണ്. പക്ഷേ എല്ലാം അറിയാം എന്ന് അവകാശപ്പെട്ടിരുന്ന എനിക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ പറ്റി. മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഫീഡിങ്, ബ്രീഡിങ്. ഫീഡ് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് നമ്മുടെ ജേഷൻ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമായി. അപ്പോൾ 24 മണിക്കൂർ ഫീഡിങ് എന്നുള്ളതാണ് സാറിൻ്റെ ഒരു തിയറി. അപ്പം നമ്മളും ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരും നടത്തി വരുന്നവരും ഈ സാറിൻ്റെ ഒരു 3 ദിവസത്തെ ഒരു ട്രെയിനിങ് നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം. അത് നമുക്കൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് ആകർഷ് എന്നാണ്. കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. ഞാനൊരു ഡയറി ഫാമറാണ്. പക്ഷേ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. കുറേ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. വേണ്ട ഒരു അഡ്വൈസ് തരാൻ പറ്റിയ ആളുകളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് യൂട്യൂബിലെ വീഡിയോസ് കണ്ട് JK ഫാമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതും എബ്രഹാം മാത്യു സാറുടെ വീഡിയോസും കാണാറുണ്ടായിരുന്നു. അങ്ങനെ ജയകൃഷ്ണൻ സാറെ വിളിക്കുകയും അപ്പോൾ കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. ഫാം എല്ലാ കാര്യങ്ങളും വേറെ ഒരാളെ ഏൽപ്പിച്ച് ഇവിടെ കൊല്ലത്തിന് വരികയും 3 ദിവസത്തെ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഫാമിൻ്റെ നല്ലൊരു ഭാവി ഞാൻ ഇപ്പം തന്നെ മുന്നിൽ കാണുകയാണ്. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ജെനറ്റിക്സിലായാലും ബ്രീഡിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും ഒരു ഫാം മാനേജ്മെൻറ്റിലായാലും എങ്ങനെ ഒരു ഫാം മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാം എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ള ഒരു നല്ലൊരു അനുഭവം എനിക്ക് ഇവിടുന്ന് കിട്ടി. ഇനി തുടർന്ന് ഈ ഫാമിലേക്ക് ഈ ട്രെയിനിങ്ങിന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും നല്ല നിങ്ങളെ ഒരു ഭാവിയിലേക്ക് ഏറ്റവും നല്ലൊരു വഴിത്തിരിവാവും ഈ ട്രെയിനിങ്ങിന് എന്ന് ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് അരുൺ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഒരു ഡയറി ഫാം എങ്ങനെ തുടങ്ങാമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ജയകൃഷ്ണ സാറ് ഇവിടെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ വലിയൊരു ക്യാപിറ്റൽ നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വരുത്തുന്നതിനെക്കാട്ടിലും നല്ലത് ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടൊരു കോഴ്സൊക്കെ ചെയ്ത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നമ്മുടെ തെറ്റുധാരണകളും പിന്നെ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്കതിൽ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ശരിയായ രീതിയിലൊന്ന് നടത്തി വിജയിപ്പിക്കാം എന്ന് മനസ്സിലാക്കാനും പിന്നെ എങ്ങനെ ലാഭകരമാക്കാം, നഷ്ടമില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ 3 ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഒരാൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ എങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതെല്ലാം എങ്ങനെ മനസ്സിലാക്കി തെറ്റുകളെല്ലാം തിരുത്തി നമ്മുടെ തെറ്റിദ്ധാരണകളെല്ലാം തിരുത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള എല്ലാം നല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഫാമെല്ലാം വിസിറ്റ് ചെയ്ത് പശുക്കളെയെല്ലാം കണ്ട് ഓരോ സ്റ്റേജിൽ കറവേൻ്റെ ഓരോ സ്റ്റേജിലുള്ള പശുക്കളെയും കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഫീഡിങ്ങിൻ്റെയും പിന്നെ ബ്രീഡിങ് എല്ലാം ഓരോ ബ്രീഡും എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഏതൊരാളും ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള ഏതൊരാളും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്ദി. നമസ്കാരം, എൻ്റെ പേര് ബിനുസാമാണ്.
ഞാൻ മാർത്താണ്ഡത്തിൽ നിന്ന് വരുന്നതാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ ആൾറെഡി ഒരു ചെറിയ രീതിയിൽ ഫാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 8 to 10 പശു വരെ വളർത്തിയതാണ്. അത് നഷ്ടത്തിലേക്ക് പോയപ്പോൾ അതിൻ്റെ ഷെഡും എല്ലാം ഒഴിവാക്കി കിടക്കുമായിരുന്നു. ആ സമയത്താണ് സാറിൻ്റെ വീഡിയോ കാണാനിടയായത്. അപ്പോൾ ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴാണ് ഫാം മാനേജ്മെൻറ്റ് അത് ഇതിനെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയത്. പിന്നെ ജനറ്റിക്സ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ എത്രത്തോളം ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് സാർ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. നല്ലൊരു ക്ലാസ്സായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ വന്ന. ഓക്കെ, താങ്ക് യു.